ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ ഇന്ത്യൻ തിരിച്ചടി ഉണ്ടാകും എന്ന് പറയുന്ന സാഹചര്യത്തിൽ പാക് പട്ടാളത്തെക്കുറിച്ചുള്ള ധാരാളം വാർത്തകൾ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട്. പല വാർത്തകളൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ പോലും പറ്റാത്തത്ര വൃത്തികെട്ട സാധനങ്ങളാണെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതൊന്നും ചർച്ചയ്ക്ക് എടുക്കാത്തത്. എന്തായാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഇത് പറയുകയാണെങ്കിൽ ബിജേട്ട ചിലപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് പോരാതെ വരും. അതായത് ലഫ്റ്റനന്റ് ജനറൽ ഒമർ ബൊഖാരി എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ എഴുതിയ പട്ടാളത്തിലെ ഉദ്യോഗസ്ഥൻ എഴുതിയ ഒരു രഹസ്യ കത്തിൽ സൈന്യത്തിൽ നിന്ന് പഷ്തൂൺ കൂട്ടത്തോടെ രാജിവെച്ചതിനാൽ ഗോത്ര പോരാളികളെ സൈന്യത്തിന് അടിയന്തരമായി ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു ലെറ്റർ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ദിവസ വേതനത്തിൽ പാകിസ്ഥാൻ മിലീഷ്യകളെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഒരു ഗതികേട് നോക്കണേ. പോരാത്തതിന് ഇനിയുണ്ട്, പാക് ആർമിയുടെ കോർപ്പ് ഓഫ് എഞ്ചിനീയർമാർ കടുത്ത പ്രതിസന്ധിയിലാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഫണ്ടുകളില്ല, കാലഹരണപ്പെട്ട ഗിയർ, മോശം പരിശീലനം ലഭിച്ച സൈനികർ. ഓരോ ബറ്റാലിയനും 6.82 ലക്ഷം പാക് റുപ്പീസ്, അതായത് പാകിസ്ഥാൻ റുപ്പീസ് PKR അതിന്റെ കുറവുണ്ട്. അവർ ലോകത്തിനായി മിസൈലുകൾ പരേഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷെ തിരശ്ശീലയ്ക്ക് പിന്നിൽ യവന്മാർ വെറും ഒരു കടലാസ് സംഘടനയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവരയച്ച ഈ കത്തിൽ, അതായത് ജനറൽ അസീം മുനീറിന് നിരന്തരം കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാഷിഫ് നാസിർ എന്ന് പറയുന്ന ലഫ്റ്റനന്റ് ജനറൽ എഞ്ചിനീയറിംഗ് ചീഫ്, അദ്ദേഹം അയച്ച കത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫണ്ടിങ്ങിന്റെ ഷോർട്ട് ഫാള്, എക്യുപ്മെന്റ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഗിയർ ഇല്ലായ്മ, ട്രെയിനിങ് ആൻഡ് എക്യുപ്മെന്റ് ഫെമിലിയാരിറ്റി, ഇതൊന്നും പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ഇല്ല എന്നാണ് അയാൾ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് ഇയാൾ അയച്ച വേറൊരു കത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താ അറിയോ, നമുക്ക് തുറന്ന് സമ്മതിക്കാൻ കഴിയുന്നതിലും ഗുരുതരമാണ് സാഹചര്യം എന്നാണ് ഇയാൾ പറയുന്നത്. അടുത്തിടെയുള്ള രാജികളുടെ കുതിച്ചുചാട്ടം, പ്രത്യേകിച്ച് നമ്മുടെ പഷ്തൂൺ സഹോദരങ്ങൾക്കിടയിൽ സൈന്യത്തിന്റെ അണികൾക്കുള്ളിൽ കാര്യമായും ആശങ്കാജനകവുമായ മനുഷ്യശക്തി ഒട്ടുമില്ലായ്മ, ഈ കുറവ് ഞങ്ങളുടെ പ്രവർത്തന ശേഷിയെ ബാധിക്കുന്നു സാർ. താൽക്കാലികമായിട്ടെങ്കിലും ഞങ്ങൾ ഉടനടി പരിഹാരം കാണേണ്ടതുണ്ട്. അതിനായി വിശ്വസ്തരായ പഷ്തൂൺ ഗോത്രങ്ങളിൽ നിന്ന് പോരാളികളുടെ സേവനം പ്രതിദിനം പേയ്മെന്റ് അടിസ്ഥാനത്തിൽ സുരക്ഷിതമാക്കുന്നതിന് വളരെ സെൻസിറ്റീവും വിവേകപൂർണവുമായ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് പാകിസ്ഥാൻ പട്ടാളത്തിൽ ഇപ്പോൾ ആളില്ല, അവര് ഈ രാജിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവുന്നു പറയുന്നു. പിന്നെ പോരാത്ത ഇനി പട്ടാളത്തിനകത്ത് നടക്കുന്ന അട്രോസിറ്റീസ്, ഞാൻ പറഞ്ഞു അത് പറയാനും പോലും കൊള്ളത്തില്ല, അതാണ് അങ്ങനെ ഒരു അട്രോസിറ്റീസ് നടക്കുന്നു എന്ന് പറയുന്നു. ഈ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് കൃത്യമായിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയില്ല. ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാവുന്ന വളരെ ചുരുക്കം പട്ടാളക്കാർക്ക് ആയുധങ്ങളില്ല. ഇനി ആയുധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് ഉപയോഗിക്കാൻ അറിയാവുന്ന പട്ടാളക്കാർക്ക് കിട്ടുന്നത് അവർ ഉപയോഗിച്ച് പരിശീലിച്ച ആയുധങ്ങളല്ല എന്നാണ് പറയുന്നത്. അതായത് തിരശ്ശീലയ്ക്ക് പിന്നിൽ വെറും ഒരു കടലാസ് ശക്തി മാത്രമാണ് ഈ പാക് പട്ടാളം എന്ന് പറയുന്നത്. ഈ പട്ടാളത്തെ വെച്ചുകൊണ്ടാണോ ഇവർ നമ്മളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, വെല്ലുവിളി സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവർക്ക് വെല്ലുവിളിച്ചേ പറ്റൂ. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന് വേണ്ടി വലിയൊരു തുക ചെലവഴിച്ചത്. ഇതിനകത്ത് രസകരമായ കാര്യം വെച്ചാൽ ഇതിനകത്തൊരു വലിയ തുക കമ്മീഷനായിട്ടും മറ്റുമൊക്കെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും സൈനിക നേതാക്കളും അടിച്ചു മാറ്റി. കാരണം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പാകിസ്ഥാന്റെ സ്ഥിതി അതല്ല. സൈന്യവും സൈനിക മേധാവികളും ഈ പറയുന്ന ഭരണാധികാരികളും ഒക്കെ അവിടുത്തെ ഫണ്ട് ഒരു വലിയ വിഭാഗം അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് മുമ്പ് ആയുധങ്ങളൊക്കെ ഒരുപാട് വാങ്ങിക്കൂട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് പ്രതിരോധ ബഡ്ജറ്റ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം അവരുടെ കൈ പൈസ ഇല്ല. അവര് ബഡ്ജറ്റൊക്കെ അവർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് ഈ ആയുധങ്ങൾ വിൽക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഈ ആയുധം വെറുതെ കൊടുക്കാൻ പറ്റില്ല, പണം അതിനാവശ്യമുണ്ട്. അമേരിക്കയൊക്കെ അതിന്റെ ഒരു സപ്ലൈ നിർത്തിയിട്ട് കാലങ്ങൾ ഏറെ ആയിരിക്കുന്നു. അവരുടെ കയ്യില് ഒരു പഴയ ഒരു കപ്പൽ, അതായത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ ഒരു കപ്പലാണ്. അത് ഏറ്റവും അവസാനം അപ്ഡേറ്റ് ചെയ്യേണ്ട വർഷം 2021 ആയിരുന്നു. ആ 2021 പോലും അത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഈ യുദ്ധോപകരണങ്ങളായാലും അല്ലെങ്കിൽ ഈ വാർഷിപ്പുകളായാലും അതുപോലെ തന്നെ ഈ ഫൈറ്റർ ജെറ്റുകളായാലും ഒക്കെ അതിന് മെയിൻ്റെനൻസ് നടക്കുന്നില്ല എന്നുള്ളതാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ രസകരമായ കാര്യം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവര് വേറെ എങ്ങും കിട്ടാൻ സാധ്യതയില്ല ആയുധങ്ങൾ എന്ന് കണ്ടതുകൊണ്ടാണ് ചൈനയുടെ കയ്യിൽ നിന്നും തുർക്കിയുടെ കയ്യിൽ നിന്നുമൊക്കെ ആയുധങ്ങൾ വാങ്ങാൻ ഇവർ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു രസം വെച്ചാൽ ചൈന അവരുടെ 3ാം ക്വാളിറ്റി സാധനങ്ങളാണ് ഈ പാകിസ്ഥാനോട് കൊടുക്കുന്നത്. കാരണം എന്തായാലും പൈസ കിട്ടത്തില്ല. അപ്പോ ഈ ആക്രി സാധനങ്ങൾ എടുത്ത് കൈ കൊടുക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും തന്ന എന്തെങ്കിലും കിട്ടിയാൽ അത്രേ ആയില്ലേ. കാരണം അത് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആരും ഫ്രീ ആയിട്ട് ഒരാൾക്കും ആയുധം കൊടുക്കില്ല. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. രണ്ടാമത്തെ കാര്യം, അവരുടെ നാവികസേനയിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ വന്നിരുന്നു. അവരുടെ 8 അന്തർവാഹിനികൾ 6 കട്ടപ്പുറത്താണ്, 2 മാത്രമേ വർക്കിംഗ് ഉള്ളൂ. അവിടെ ഷിപ്പുകൾ വർക്കിംഗ് ഇല്ല. പിന്നെ ഇപ്പൊ അവർ ധൃതി പിടിച്ചിട്ട് തുർക്കിക്കും ചൈനയുടെ അടുത്തൊക്കെ കുറെ മിസൈലും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യം അവിടെ കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അവിടുത്തെ പട്ടാളത്തിനകത്ത് വലിയ അന്തചിത്രങ്ങളാണ്. പഴയ കണക്ക് ഒരു
ഉറച്ച സൈനിക നേതൃത്വം ഇപ്പോൾ പാകിസ്ഥാനിലെ പട്ടാളത്തിനില്ല. കാരണം അവിടെ കുറെ അതെ. നാളുകളായിട്ട് ഈ ISIയും പട്ടാള മേധാവികളും തമ്മിൽ വലിയ അകൽച്ചയിലാണ്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. രണ്ടും ഉം, ഒന്നിച്ച് ഒന്നായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പാകിസ്ഥാനിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ ഉം. അങ്ങനല്ല. രണ്ട് അധികാര ധ്രുവങ്ങളായി നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ ഷഹബാസ് ഷെരീഫ് ഒക്കെ വന്നതിന് ശേഷം ഒരു ദുർബലമായ ഭരണകൂടമാണ്. പ്രത്യേകിച്ച് റോളൊന്നും അവിടുത്തെ പ്രധാനമന്ത്രിക്കൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എനിക്ക് അതിനു തോന്നുന്നു മുമ്പ് കുറച്ചുകൂടെ സൂപ്പറായിരുന്നു. ഇമ്രാൻ അതിനു മുമ്പ് സൂപ്പർ എന്നല്ല, അതിന് മുമ്പ് ഇരുന്ന ഉം. ഭരണാധികാരികൾ ഇമ്രാൻഖാനും ഒക്കെ മുമ്പ് ഇരുന്ന ഭരണാധികാരി പക്ഷെ മുഷറഫ് ഇമ്രാൻഖാൻ ഇരുന്നപ്പോ ആയാലും ഒക്കെ ഭയങ്കര അടിയായിരുന്നല്ലോ, ആഭ്യന്തരമായിട്ട് ഭയങ്കര അല്ല, പ്രശ്നങ്ങളായിരുന്നല്ലോ. അതാ പറഞ്ഞു ഇമ്രാൻഖാനൊക്കെ മുമ്പ് മുഷറഫ് ഇരുന്ന ഒരു സമയവും ഒക്കെ ആ, ഉള്ളൊരു ഓക്കെ. സമയം കുറച്ചുകൂടെ ഒക്കെ ഇവര് സ്ട്രോങ് കറക്റ്റ്. ആയിട്ട് അതെ, അതെ. പോയിക്കൊണ്ടിരുന്നതാണ്. കാരണം അയാൾ ഒരു പട്ടാള ഉം. മേധാവി കൂടെ ഒക്കെ ആയിരുന്നു കൊണ്ട്. അതെ, പിന്നെ അതെ. അതിന് മുമ്പും ഒക്കെ ഉള്ള നല്ല സ്ട്രോങ് ഭരണാധികാരികൾ ഇവർക്കുണ്ടായിരുന്നു. കാരണം സൈന്യാധിപന്മാരൊക്കെ തന്നെയാണ് ഈ വരുന്നതും ഒക്കെ. പിന്നെ ഉം, ബേനസീർ ഉം, ഭൂട്ടോയുടെ കാലം ഒക്കെ നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ കുറച്ചൊക്കെ മുന്നേറാനാണെന്ന് അവർക്ക് ബേനസീർ ഭൂട്ടോയുടെ കാലത്തൊക്കെ ഈ പാകിസ്ഥാന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഉം. ദുർബലപ്പെട്ട ഒരു നേതൃത്വമാണ് വന്നത്. പ്രത്യേകിച്ച് ഈ ഇമ്രാൻഖാൻ ഒക്കെ വന്നതോടുകൂടി തന്നെ ഈ മതമൗലികവാദ സംഘടനകൾ വലിയ രീതിയിൽ തന്നെ പാകിസ്ഥാൻ പിടിമുറുക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഉം. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളും മറ്റുമൊക്കെ ഭരണത്തിൽ വ്യാപകമായി തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വന്നു. ഉം. ഇതിനിടയിലാണ് പാകിസ്ഥാന്റെ ഒരു നീക്കം. അതായത് പാകിസ്ഥാൻ അവരുടെ പ്രതിരോധ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ അതിലൊരു വലിയ വിഭാഗം കൊണ്ടുപോകുന്ന ടെററിസ്റ്റുകളാണ്. ഈ പാകിസ്ഥാൻ ഈ ആയുധങ്ങൾ വാങ്ങുന്നതിനേക്കാൾ അത്രയും തന്നെ തുക ടെററിസ്റ്റുകൾക്ക് വേണ്ടിയും ചെലവഴിക്കുന്നുണ്ട്. ഈ ഇപ്പൊ അൽ ഖ്വയ്ദ ആയാലും ഈ പറയുന്ന തെഹ്രിക്കെ താലിബാനെ വളർത്താനായാലും ഇപ്പൊ അവരൊക്കെ തിരിഞ്ഞു ഉം. ഈ താലിബാനെ സപ്പോർട്ട് ചെയ്യാനായാലും അങ്ങനെ ഈ ഭീകരവാദികൾക്കാണ് ഇവര് വലിയ രീതിയിൽ ഫണ്ട് ഇറക്കുന്നത്. അപ്പം കുറെ ഫണ്ട് ഉം. വരും. ഇപ്പൊ പുതിയതായിട്ട് കേൾക്കുന്നത് ഇപ്പൊ ഈ അടുത്ത് ഈ കാശ്മീരിൽ നടന്ന ആക്രമണത്തിന് അവർക്ക് ഫണ്ട് വന്നത് അതിനുവേണ്ടി പറഞ്ഞ ഫണ്ടല്ല. ഈ അമേരിക്ക വർഷാവർഷം അമേരിക്ക കൊടുത്ത വിമാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പൈസ കൊടുക്കും. പാകിസ്ഥാന്റെ പൈസ ഇല്ല. അപ്പൊ ആ ഉം. മെയിൻറ്റെയിൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് ചാർജ് കൊടുക്കുക. ഏതാണ്ട് ഉം. 394 കോടി രൂപ കൊടുത്തായിരുന്നു. അതായത് ഇത് തൂത്തുകുടസൊക്കെ വെക്കുന്നതിനും ബാക്കിയുള്ള മെയിൻ്റെനൻസ് വർക്ക്. ആ പൈസ എടുത്തിട്ട് മറിച്ചാണ് ഈ പഹൽഗാമിൽ നടത്തിയെന്നാണ് ചില വാർത്തകൾ വരുന്നത്. എന്തു തന്നെ ആയാലും ഈ ഭീകരവാദികൾക്ക് ഒരു ഫണ്ട് അങ്ങനെ പോകുന്നുണ്ട്. പൊതുവെ ഇവരുടെ ഈ സൈന്യത്തിനിടയ്ക്ക് വലിയ ദൗർബല്യം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഒന്ന് കൃത്യമായ ഉം. സാലറി ഇല്ല, സാലറി കുറവ്, ഇൻക്രിമെന്റുകളില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഖൈബർ പഖ്തൂൺ മേഖലയിലും ബലൂചിസ്ഥാൻ മേഖലയിലും ജോലി ചെയ്യുന്ന സൈനികർക്ക് ഡബിൾ ജോലികളും അവരവിടെ പോകുന്നത് മരിക്കാൻ തയ്യാറായിട്ട് അത് കൊലയ്ക്ക് കൊടുക്കുന്നതിന് ഉള്ളവരെ മാത്രമാണ് ഈ മുനീർ അങ്ങോട്ടേക്ക് സെലക്ട് അതെ, ചെയ്ത് അതെ, അതെ. വിടുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അവരുടെ മനോവീര്യം തെളിയുന്ന ഒന്നായിരുന്നു നമ്മുടെ ഈ ട്രെയിൻ ഹൈജാക്ക്. ആ ട്രെയിൻ ഹൈജാക്കിൽ 200-ലധികം സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ പാകിസ്ഥാൻ ഉം. പറഞ്ഞു ഞങ്ങൾ കമാൻഡോ ഓപ്പറേഷൻ കൂടെ രക്ഷപ്പെടുത്തി അടിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൃത്യമായ എണ്ണോ കാര്യങ്ങളോ പറയാൻ കഴിഞ്ഞില്ല. പൊതുവെ ഉം. മാനസികമായി തന്നെ അവർ തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് സൈനികർ. സൈനികരെ സംബന്ധിച്ച് അവർക്ക് ധൈര്യം കൊടുക്കേണ്ട നേതൃത്വമാണ്. കൃത്യമായ ശമ്പളവും അതെ. കാര്യങ്ങളും അവർക്ക് അനിവാര്യമാണ്. യുദ്ധം ചെയ്യാൻ ആളില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ആയുധങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഒരു മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. 450 കിലോമീറ്റർ ദൈർഘ്യമാണ്. ആ മിസൈൽ ഉം. പരീക്ഷണം ഇന്ത്യ അറിയിച്ചിട്ട് തന്നെയാണ് അത് നേരത്തെ നടത്തിയത്. നേരത്തെ ഫിക്സ് അതെ, അതെ. ചെയ്തിരുന്നതാണ് അത്. പെട്ടെന്ന് അവര് അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു സാധാരണപ്പെട്ട ചോദിക്കുമ്പോൾ ഇന്ത്യയായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അമ്മാതിരി മിസൈൽ ഉണ്ടാക്കി പരീക്ഷിക്കുകയും ചെയ്തത് അല്ല, വളരെ നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഉം. സാഹചര്യത്തിലാണ് അവരിപ്പോൾ മുൻപോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ദുർബലമായ ഒരു സൈന്യം, ആയുധങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ഇപ്പൊ ഈ ടാങ്കുകൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ അത്രയും ടാങ്കുകളില്ല, ഉള്ളതൊക്കെ കാലഹരണപ്പെട്ട് കിടക്കും. അങ്ങനെ ഉം. ടെക്നോളജിയിലും ഒക്കെ പോയിരുന്നു. ഇപ്പൊ അവർ ആകെ ആശ്രയിക്കുന്നത് ചൈനയും തുർക്കിയുമാണ്. തുർക്കിക്ക് എത്രത്തോളം സഹായിക്കാൻ കഴിയുമെന്ന് അറിയില്ല. ചൈനയും ഉം. ഒരു പരിധി വിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം എല്ലാ രാജ്യങ്ങളും ഈ അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ ഒരു പരിധി അതെ. കഴിഞ്ഞാൽ പിന്നെ അവരാരും അത് ഹെൽപ്പ് ചെയ്യില്ല. എല്ലാവരും കരുതുന്നത് നമ്മൾ കരുതുന്ന പോലെ തന്നെ 3-4 ദിവസത്തേക്ക് നിൽക്കുന്ന ഒരു അടിയായിരിക്കും. ഇന്ത്യയുടെ ടാർഗറ്റ് തകർത്ത് കഴിഞ്ഞാൽ, ഇന്ത്യ അവരുടെ ഈ പാകിസ്ഥാനിലുള്ള അവരുടെ ടാർഗറ്റുകൾ തകർത്ത് കഴിഞ്ഞാൽ ഇത് നിർത്താൻ കഴിയും എന്ന് എല്ലാ രാജ്യങ്ങളും കരുതുന്നു. അങ്ങനെയാക്കണം. അല്ലാതെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നില്ല. പാകിസ്ഥാനെ പിന്തുണച്ച് ഒരാളും ഈ യുദ്ധത്തിൽ പങ്കെടുക്കില്ല. കാരണം അത് നമ്മൾ കണ്ടതാണ്. ഉക്രൈനെ എല്ലാവരും കൂടെ തള്ളിവിട്ടിട്ട് എത്ര രാജ്യങ്ങൾ ഉക്രൈന്റെ കൂടെ നിന്നു. ഒടുവിൽ അമേരിക്ക പോലും പിൻവലിഞ്ഞ് മാറിയുന്നില്ലേ. അവര് നാറ്റോ സഖ്യമാണ്, വളരെ കെട്ടുറപ്പുള്ള ഒരു സഖ്യമാണ് ഇറങ്ങിയത്. എന്നിട്ട് പോലും അവരാരും നിന്നില്ല. ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ അങ്ങനെ പരസ്യമായി പിന്തുണ കൊടുത്തുകൊണ്ട് പഴയ ആ ഒരു 2ാം ലോക മഹായുദ്ധം പോലെ 1ാം ലോക മഹായുദ്ധം പോലെ ഒന്നും ആരും ഇപ്പോ വരാറില്ല. ഇപ്പൊ എല്ലാവരും അവരുടെ കാര്യം സിന്ദാബാദ്, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നിലയിലാണ് എല്ലാ രാജ്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണം ഉം. എന്നുള്ള നിലയിലാണ്. പിന്നെ തങ്ങൾക്കെതിരെ ആക്രമണം വന്നാൽ നേരിടുക, അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ആരും സഹായിക്കുന്നില്ല. സഹായിക്കാനായിട്ട് വരുന്ന രാജ്യങ്ങൾക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ട്. അതാണ് അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കുക. മുമ്പ് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് ഇപ്പൊ ഈ ചൈനയും തുർക്കിയും ഒക്കെ ഈ പാകിസ്ഥാനെ കണക്കുള്ള ദരിദ്ര രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് അമേരിക്ക ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഓടി വരും, അവരുടെ കുറെ വെപ്പൺസും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. പിന്നെ അവരുടെ സൈന്യത്തിന്
ഈ പാവപ്പിടിച്ച രാജ്യങ്ങൾ ചെല്ലും ചെലവും കൊടുത്ത് അവിടെ ഇട്ടേക്കും, വ്യോമത്താവളമാക്കി നിങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി വന്ന് കിടക്കുന്നതെന്ന് പറയും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അമേരിക്ക ആണെങ്കിൽ ഇപ്പൊ അമേരിക്കയ്ക്കും അത്തരത്തിൽ വലിയ താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ പാകിസ്ഥാൻ പൊതുവെ ദുർബലമായിരിക്കും, സൈന്യത്തിനകത്ത് വലിയ കലാപങ്ങൾ നടക്കുന്നു, സൈനികർക്കിടയിൽ വലിയ സ്പ്ലിറ്റ് ആണ്, ഒരു ഐക്യമില്ലായ്മ. നമ്മുടെ രാജ്യത്ത് നോക്കൂ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇന്ത്യയുടെ ഈ സൈനിക മേധാവികൾ ഓരോരുത്തരായിട്ട് എല്ലാ ദിവസവും പ്രധാനമന്ത്രിയെ കാണുന്നു, ഡിസ്കസ് ചെയ്യുന്നു, സൈനിക മേധാവി, സംയുക്ത സൈനിക മേധാവി എത്തുന്നു. ഇത്തരം ഒരു കാഴ്ച ഒന്നും നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നില്ല. അവർ യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്ന് പറയുമ്പോഴും അവരുടെ നേതൃത്വ നിരയിൽ ഇതുപോലൊരു കാഴ്ച ഇന്ത്യ നോക്കും, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത് കാര്യം. പ്രധാനമന്ത്രി എല്ലാ ദിവസവും അവലോകന യോഗം വിളിക്കുന്നു, രാജ്നാഥ് സിംഗിന്റെ യോഗം നടക്കും, അവിടെ സൈനിക മേധാവികൾ എത്തുന്നു, ചർച്ച ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു കാഴ്ച ഒന്നും നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നില്ല. മുനീർ എവിടെയാണെന്ന് പോലും ഒരു പിടുത്തമില്ലാതിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പൊതുവെ ദുർബലമാണ് അവർ ഈ പറയുന്നത്. പിന്നെ അവരുടെ കയ്യിൽ ആകെ ഇവർ പറയുന്നത് പോലെ ആണവായുധം ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഇപ്പൊ ലോകത്തിന് സംശയം വന്നു തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരെണ്ണം ഉണ്ടോ എന്ന്. കാരണം അവർ പരീക്ഷണമൊക്കെ നടത്തി, അത് ചൈന കൂട്ടുപിടിച്ച് നടത്തിയ പരീക്ഷണമാണ്. ഈ പരീക്ഷണം നടത്തിയാൽ മാത്രം പോരാ, ഇതിന്റെ അകത്ത് ആയുധങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല, വലിയ എക്സ്പെൻസീവ് ആണത്. അത് ഉണ്ടോ എന്ന് പോലും ഇപ്പൊ പലരും സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. എന്തായാലും ടെക്നോളജി അവർക്കുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്, അവർ പരീക്ഷണം നടത്തിയതുമാണ്, അതിനകത്ത് അവർ പരീക്ഷിപ്പിച്ച് വിജയിപ്പിച്ചതുമാണ്. പക്ഷെ എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ആണവ ഫോർമുലകൾ എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ടിലാണ് നിൽക്കുന്നത് മൊത്തത്തിൽ. അപ്പൊ ഈ ഒരു വലിയ സാഹചര്യം പാകിസ്ഥാനെ സംബന്ധിച്ചുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പണിയൊന്നും പാകിസ്ഥാനെ അടിക്കുന്നതിൽ ഇപ്പം എടുക്കേണ്ടി വരില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഒന്നാമത് അതിനകത്ത് തന്നെ ഒരുപാട് ഇഷ്യൂസ്, പട്ടാളത്തിനകത്ത് തന്നെ വലിയ ഇഷ്യൂസ്. ഇന്ത്യ ഒരു ശക്തമായ അടി വരികയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ പൂഞ്ച് സെക്ടറിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള അതിർത്തികളിലുള്ള പാകിസ്ഥാൻ പോസ്റ്റുകളെല്ലാം അവർ പിന്നാക്കം വലിച്ചിരിക്കുകയാണ്. ആ പോസ്റ്റുകളൊക്കെ അവർ കൊടി നീക്കം ചെയ്തു, പാകിസ്ഥാന്റെ പതാക നീക്കം ചെയ്തു. ആ പോസ്റ്റുകളെല്ലാം പിന്നോക്കം മാറി. എന്തിനാണ് പിന്നോക്കം കൊണ്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അടി വന്ന വലിയ ആൾനാശം ഒഴിവാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ പകരം അവർ അവിടെ ചെയ്യുന്ന ഈ കൂലിപ്പട്ടാളക്കാരെ കൊണ്ടാണ് ഇടുന്നത്. ഇത് പണ്ടും റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളതാണ്. ഇവർ ഈ കൂലിപ്പട്ടാളക്കാരെ ഫില്ല് ചെയ്തിട്ടാണ് ഈ അതിർത്തികളൊക്കെ പറഞ്ഞു വിടുന്നത്. അപ്പം ഇത് തന്നെയാണ് അവിടെ കൂലിപ്പട്ടാളക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും എത്രത്തോളം കപ്പാസിറ്റി ഉള്ളവരായിരിക്കും എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലാണ്. പിന്നെ അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ സൈനികർക്ക് ജോലി ചെയ്യാൻ താല്പര്യമേ ഇല്ല. കാരണം അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരക്ഷണ കാര്യങ്ങളൊന്നും സൈന്യത്തിന്റെ ഭാഗത്തുനിന്നില്ല. അവിടെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത കൊടുത്തിരുന്നു, അവിടെ പോലീസും സൈന്യവും തമ്മിൽ അടിയ. സൈന്യം അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതൊന്നും പോലീസിന് ഇഷ്ടപ്പെടുന്നില്ല. സൈന്യം കരുതുന്നത് ഈ പോലീസുകാരാണ് തങ്ങളുടെ വരവും പോക്കും ഒറ്റുന്നതെന്നാണ് സൈന്യം കരുതുന്നത്. ഇവർ തമ്മിൽ അടിയും, പോലീസുകാർ സൈന്യത്തെ തടയുകയും തോക്ക് ചൂണ്ടുകയും ഒക്കെ ചെയ്ത വിഷ്വൽസ് അടക്കമായിരുന്നു നമ്മളന്ന് വാർത്ത ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി തന്നെ ഈ ഒരു തിരിച്ചടിയോട് കൂടി പാകിസ്ഥാന്റെ ആ ഒരു ദൗർബല്യം, അല്ലെങ്കിൽ അവരുടെ സേന ഒന്നും അല്ല എന്നുള്ള കാര്യം, അവരുടെ കണക്കിനകത്ത് ഒരു 6 ലക്ഷത്തോളം വരുന്ന സേനയുണ്ട് അവിടെ, സജീവ കരസേന അംഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും അല്ലായിരുന്നു എന്നുള്ളത് ലോകത്ത് പതുക്കെ പതുക്കെ വെളിപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ തിരിച്ചടിയിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും. ഇത്രയും നാൾ ഈ പേടിപ്പിക്കലും ബലത്തിലും ഒക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു, ഒന്നുമില്ലായിരുന്നു എന്നാണ് ഇപ്പം. അത് അവരുടെ ആൾക്കാർ തന്നെ പറയുന്നതാണ്. ഇന്ത്യ പറയുന്നതോ ഇന്ത്യക്കാർ പറയുന്നതോ നമ്മൾ പറയുന്നതോ അല്ല, അവരുടെ മേജർമാരും അവിടുത്തെ പിന്നെ നയതന്ത്രത്തിലെ മുൻ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വെളിപ്പെടുത്തുന്നതാണ്. അതായത് നമ്മൾ ആരും പറയുന്ന ഒരു റിപ്പോർട്ടും ഇതിനകത്തില്ല, ഒരു രാജ്യവും പറയുന്ന റിപ്പോർട്ടും അല്ല ഇത്. താങ്ക് യു ചേട്ടാ.